ആ ഗുരു എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതായത് വെറുതെ ഭാഗവതമോ ഗീതയോ വായിച്ചിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു അക്കാഡമിക് സ്കോളറിനെ കൊണ്ട് നിങ്ങൾക്ക് സ്പിരിച്വൽ പ്രാക്ടീസിന് ഒരു ഗുണവും കിട്ടില്ല. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ ഗുരു ആ ഡിസൈപ്പിളിനെ മനസ്സിലാക്കിയിട്ട് ആ ഡിസൈപ്പിളിന് എന്താണോ വേണ്ടത് അത് ഉപദേശിച്ച് കൊടുക്കുന്ന ആളായിരിക്കണം. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം RSSലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ശ്രീരാമകൃഷ്ണ മഠത്തിൽ പോവുകയും സന്യാസത്തിൻ്റെ പാത സ്വീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്താണ് ശരിക്ക് അവിടുത്തെ ആചാര്യന്മാർ അല്ലെങ്കിൽ സ്വാമിമാർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, നീ ഇപ്പോഴിതല്ല ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് മടക്കി വിട്ടു. പക്ഷെ ഇന്നത്തെ ഒരു ഗുരു മടക്കി വിടില്ല അങ്ങനെ, അല്ലേ? അപ്പോൾ ഇന്നിപ്പം ഒരു ഗുരുവിൻ്റെ അടുത്താണ് നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ട് ചോദിച്ചിരുന്നെങ്കിൽ അവരൊരു കോണനൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയേനെ. പൊതുവെ എല്ലാവർക്കുമുള്ളൊരു സംശയമാണ്, ഒരു ആത്മീയ ജീവിതത്തിൽ ഗുരുവിൻ്റെ ആവശ്യകത ഉണ്ടോ? അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിരവധി വ്യാജ ഗുരുക്കന്മാരും ആത്മീയ കോർപ്പറേറ്റുകളും ആൾദൈവങ്ങളും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ നമുക്കൊരു യഥാർത്ഥ ഗുരുവിനെ എങ്ങനെ കണ്ടെത്താം? ശരിക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയ ജീവിതം എന്ന് ധരിച്ചിട്ട് പലരും സ്വയം ചിന്തിച്ചിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാതെ അതിനേക്കാൾ ഉപരിയായി സ്വന്തം ആത്മാവിൻ്റെ സാക്ഷാത്കാരത്തിനുള്ള മാർഗത്തിന് ജീവിതത്തിൽ പ്രഥമ പരിഗണന കൊടുത്തിട്ട് അതിൻ്റെ സാക്ഷാത്കാരം എത്രയും വേഗം സംഭവിക്കണം എന്ന താല്പര്യത്തോടു കൂടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് നിശ്ചയമായിട്ടും അവരെ സഹായിക്കാൻ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. അതേസമയം നിങ്ങൾക്ക് കേവലം ഭഗവത്ഗീത പഠിക്കുക, രാമായണം പഠിക്കുക, ശിവപുരാണം പഠിക്കുക, ദേവി ഭാഗവതം വായിക്കുക, കേൾക്കുക, നാരായണീയം ക്ലാസ്സിൽ പോവുക, ചൊല്ലുക, ക്ഷേത്ര ദർശനം നടത്തുക തുടങ്ങിയ ഒരു മാനസികമായ ഒരു സംതൃപ്തി അത്രമാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ട്രഗിൾസിനൊക്കെ പരിഹാരമായിട്ട് ആണ് നിങ്ങൾ ഭഗവാനിലോട്ട് അല്ലെങ്കിൽ ഈശ്വരനിലോട്ട് പോണത് എങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഇതൊന്നും ആത്മീയത എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഗുരുവിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് കേവലം ഈ പറഞ്ഞതുപോലെ പരമാവധി ഭഗവത് ചിന്തയിൽ, ഭക്തിയിലൊക്കെ ഇരിക്കുക. ഇതൊക്കെ വരുന്ന ജന്മങ്ങളിൽ കുറെ കൂടി തെളിമയുള്ള ബുദ്ധി കിട്ടും, കുറെ കൂടി ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ള ജീവിത സാഹചര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ പരമാവധി ഈശ്വരീയമായിട്ടുള്ള ഗുണങ്ങളെ പരിപാലിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സത്യം, സഹിഷ്ണുത, സർവഭൂതങ്ങളോടുമുള്ള ദയ, ഇതിനെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ജീവിക്കുക, സത്യസന്ധമായിട്ട് ജീവിക്കുക, ധർമാനുസൃതം ജീവിക്കുക. അതിന് നിങ്ങൾക്ക് ഒരു ആത്മീയ ഗുരുവിൻ്റെ ഒന്നും ഒരു സാധാരണ രീതിയിൽ ഒരു ആവശ്യമില്ല. പിന്നെ വളരെ സീരിയസ് ആയിട്ട് ആത്മീയതയിലേക്ക് പോകുന്ന ആളുകൾക്ക്, അതായത് നമ്മളുടെ കർമ്മഫലങ്ങളെയൊക്കെ അനുഭവിച്ച് തീർത്ത് അതിനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ കത്തിച്ച് കളഞ്ഞ് ഒരു ത്യാഗിയുടെ ഒരു ജീവിതം, നിങ്ങൾക്കൊരു ത്യാഗ മനോഭാവം വളരെ ആവശ്യമാണ് ഒരു ആത്മീയമായിട്ടുള്ളൊരു പ്രോഗ്രസ്സിന്. ഒരു ത്യാഗിയുടെ ജീവിതം നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ അങ്ങനെ ഒരു അച്ചടക്കത്തോടു കൂടി കൃത്യമായ സാധനകളെ അനുഷ്ഠിച്ച് സത്കർമ്മങ്ങളെ ചെയ്ത് ഈശ്വര സംയോഗം എത്രയും വേഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഇപ്പം ചില ആൾക്കാർ പറയും, സർ എനിക്കിനി വേറൊരു ജീവിതം വേണ്ട എന്നൊക്കെ പറയും.
അങ്ങനെയൊക്കെ അത് വേറൊരു ജീവിതം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവനവൻ്റെ കയ്യിലിരിപ്പിനനുസരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്കിലും ആഗ്രഹിക്കാമല്ലോ നമുക്കെല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അതിപ്പോൾ ഈ ജന്മത്തിലെന്നല്ല അടുത്ത ജന്മത്തിലായാലും, എത്രയും പെട്ടെന്നൊരു ഈശ്വര സാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിശ്ചയമായിട്ടും ഒരു ഗുരുവിൻ്റെ ആവശ്യം ഉണ്ട്. കാരണം ശരിയായ നിങ്ങളൊരു ആത്മീയ പ്രാക്ടീസ് നിങ്ങൾ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്കതിനകത്ത് ഒരുപാട് നിരവധി ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും, പല തരത്തിലുണ്ടാവും. അത് ഭൗതികമായിട്ടുണ്ടാകും, മാനസികമായിട്ടുണ്ടാകും, ആത്മീയമായിട്ടുണ്ടാകും. ഈ 3 തലത്തിലും ഉള്ള ശത്രുക്കളുണ്ടാകും. അപ്പൊ ഈ 3 തലത്തിലുമുള്ള തടസ്സങ്ങളുണ്ടാകും. ഈ തടസ്സങ്ങൾക്ക് നമുക്ക് ശാന്തി ലഭിക്കണമെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ട് ഒരു ഗുരു ആവശ്യമാണ്. ആ ഗുരു എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതായത് വെറുതെ ഭാഗവതമോ ഗീതയോ വായിച്ചിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു അക്കാഡമിക് സ്കോളറിനെ കൊണ്ട് നിങ്ങൾക്ക് സ്പിരിച്വൽ പ്രാക്ടീസിന് ഒരു ഗുണവും കിട്ടില്ല. നിങ്ങൾക്ക് ഭാഗവതവും ഇതൊക്കെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് ഇതൊക്കെ പ്രസംഗിച്ച് കേൾപ്പിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ആത്മീയ പുരോഗതി കൈവരിക്കുന്നതിൽ നിങ്ങളെ സഹായിക്കണമെങ്കിൽ നിങ്ങളെ വ്യക്തമായിട്ട് അറിയുന്ന, നിങ്ങളുടെ ആത്മാവിൻ്റെ ഗതിയെ മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരു ഗുരുവിന് മാത്രമേ അത് കഴിയുള്ളൂ. അത് നിശ്ചയമായിട്ടും അദ്ദേഹവുമായിട്ട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ നിരീക്ഷിച്ചൊക്കെ ബോധ്യം വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഗുരുവിനെ സ്വീകരിക്കാൻ പാടുള്ളൂ. പിന്നെ ഉത്തമനായ ഒരു ഗുരു എന്ന് പറയുമ്പോൾ പല ക്വാളിറ്റീസും ഉണ്ട്. എങ്കിലും പെട്ടെന്ന് ഞാനിവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കിവിടെ ഒരുപാട് നിരവധി ഗുരുക്കന്മാർ ഇന്ന് അവൈലബിൾ ആണ്. യൂട്യൂബ് തുറന്നാൽ അസംഖ്യം ഗുരുക്കന്മാരുണ്ട്. അത് പല ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. സ്വയം തൊഴിൽ സംരംഭം തൊട്ട് കോർപ്പറേറ്റ് വരെ ആയിട്ട് ഇങ്ങനെ സ്പിരിച്വൽ ഗുരുസിന് അവൈലബിൾ ആണ്. നമ്മളുടെ ഫണ്ടിനനുസരിച്ച്, നമ്മളുടെ ബോധത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ എങ്കിൽ നമ്മുടെ ലോക്കൽ ഗുരുക്കന്മാരെ ആരെങ്കിലും ചൂസ് ചെയ്യാം. ഇംഗ്ലീഷൊക്കെ അറിയാമെങ്കിൽ കുറച്ചുകൂടി ഹൈ ലെവൽ ഗുരുസിനെ ചൂസ് ചെയ്യാം. അപ്പം പ്ലെൻറ്റി ഓഫ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇപ്പം നിങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട്, നിങ്ങളുടെ ആത്മാവിൻ്റെ ഗതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളിന് മാത്രമേ സത്യത്തിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു സാധനം ഉപദേശിച്ച് തന്നിട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന് എടുക്കാൻ തയ്യാറാകണം. കാര്യം ഇതൊരു ഈസി വാക്കല്ല. ശരി, കാര്യം നമ്മൾ ഇത്രയും കാലങ്ങളായി ജന്മജന്മാന്തരങ്ങളായി ചെയ്തു വന്ന സഹജമായിട്ടുള്ള വാസനകളെ, അല്ലെങ്കിൽ സഞ്ചിത കർമ്മങ്ങളെ, അല്ലെങ്കിൽ പ്രാരബ്ധ കർമ്മങ്ങളെ നമ്മൾ കത്തിച്ച് കളയുന്ന ഒരു പ്രോസസ്സാണ് റിയൽ ആയിട്ടുള്ള ഏത് സ്പിരിച്വൽ പ്രാക്ടീസും. അപ്പം അത് കത്തിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു റിയാക്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങളെ പിടിച്ചു നിർത്തണമെങ്കിൽ ഗുരുവിൻ്റെ ഒരു എനർജി, ഗുരുവിൻ്റെ സ്നേഹം, ഗുരുവിൻ്റെ കരുതൽ, ഗുരുവിൻ്റെ ദൃഷ്ടി എപ്പോഴും നിങ്ങളിൽ വേണം. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ ഗുരു ആ ഡിസൈപ്പിളിനെ മനസ്സിലാക്കിയിട്ട് ആ ഡിസൈപ്പിളിന് എന്താണോ വേണ്ടത് അത് ഉപദേശിച്ച് കൊടുക്കുന്ന ആളായിരിക്കണം. അല്ലാണ്ട് ഇപ്പം ഗുരു ഇപ്പോൾ ശിവനെ പ്രചരിപ്പിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ യോഗ പ്രചരിപ്പിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ദേവിയെ പൂജിക്കുന്ന ഒരാളാണ്. കാരണം നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ ശ്രീവിദ്യ ഉപാസനയൊക്കെ നമുക്ക് യൂട്യൂബിലൂടെ ഡെയിലി കിട്ടുന്നുണ്ട്. എന്താ ശ്രീവിദ്യ ഉപാസന? ഇപ്പം എല്ലാവരും ഉപാസനയൊക്കെ, ഭദ്രകാളി ഉപാസന, സർവ്വ ഉപാസനകളും നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. അങ്ങനെയല്ല, നിങ്ങളെ മനസ്സിലാക്കിയിട്ട്
നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഉപദേശം തരണം. ആദ്യം വേണ്ടത് നിങ്ങൾ എന്തോ ടൈപ്പ് ഓഫ് ലൈഫാണ് ആചരിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ ചെന്നുടനെ വിളിച്ചിട്ട് നീ എൻ്റെ ആശ്രമത്തിൽ വാ, എൻ്റെ സന്യാസിയാവ്, എൻ്റെ ഗ്രൂപ്പിലാകുക, അല്ലെങ്കിൽ നീ സറണ്ടർ ചെയ്യ്, സംഘടനയ്ക്ക് വേണ്ടിയിട്ട് സേവ ചെയ്യ് എന്നൊക്കെ പറയണത് അതല്ല. നിങ്ങളുടെ ആത്മാവിൻ്റെ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ലൈഫ്, നിങ്ങൾക്ക് ചിലപ്പം ഒരു 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 ഗൃഹസ്ഥൻ്റെ അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥയുടെ കുടുംബജീവിതമായിരിക്കാം ചിലപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിൻ്റെ ശ്രേയസ്സിന് ആവശ്യമായിട്ടുള്ളത്. ഒരു വിവാഹ ജീവിതമായിരിക്കാം നിങ്ങൾക്ക് ശ്രേയസ്കരമായിട്ടുള്ളത്. അപ്പോൾ പണ്ടത്തെ ആചാര്യന്മാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. ആര് വന്നാലും അവർ കൂടെ നിർത്തി കുറേ കാലം പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അവസാനം ചോദിക്കുമ്പോൾ പറയും, നിനക്ക് സന്യാസത്തിനൊന്നും പറ്റില്ല, നീ പോയിട്ട് കല്യാണം കഴിക്കുമെന്ന് പറയും. അല്ലേ? അപ്പം നമുക്ക് എന്താണോ ചെയ്യേണ്ടുന്നത് അതവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റണം. അപ്പം നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാനുഭവത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം RSSലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ശ്രീരാമകൃഷ്ണ മഠത്തിൽ പോവുകയും സന്യാസത്തിൻ്റെ പാത സ്വീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്താണ് ശരിക്ക് അവിടുത്തെ ആചാര്യന്മാർ അല്ലെങ്കിൽ സ്വാമിമാർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, നീ ഇപ്പോഴിതല്ല ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് മടക്കി വിട്ടു. പക്ഷെ ഇന്നത്തെ ഒരു ഗുരു മടക്കി വിടില്ല അങ്ങനെ, അല്ലേ? അപ്പോൾ ഇന്നിപ്പം ഒരു ഗുരുവിൻ്റെ അടുത്താണ് നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ട് ചോദിച്ചിരുന്നെങ്കിൽ അവരൊരു കോണനൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയേനെ. പക്ഷെ അത് ശരിയായിട്ടുള്ള ഒരു ദർശനം കൊടുത്തുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇദ്ദേഹം ഇന്നതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശ്രേയസ്കരമായിട്ടുള്ളത് അതാണ്. അദ്ദേഹം പൊളിറ്റിക്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ഷത്രിയനെ പോലെ രാജ്യസേവനം ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശ്രേയസ്കരമായി തീരുന്നത്. അങ്ങനെ ഒരു വ്യക്തി അയാളുടെ ആത്മാവിന് ശ്രേയസ്കരമായത് അനുഷ്ഠിക്കുമ്പോൾ അത് ഈ പ്രപഞ്ചത്തിനും മംഗളകരമായി തീരും. അപ്പം അങ്ങനെ ആണ് നമ്മൾ ശരിക്ക് ഒരു ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ എത്തിച്ചേരേണ്ടുന്നതും ആ ഗുരുവിനെ മനസ്സിലാക്കേണ്ടുന്നതും. അല്ലാതെ ഗുരു ഒരു പ്രത്യേകിച്ച് ഒരു സമ്പ്രദായം ആവിഷ്കരിച്ചു വച്ചു, ഇത് നിങ്ങൾ പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെല്ലുന്ന എല്ലാവർക്കും ഒരേ സാധനം ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ ഈസ് നോട്ട് എ സ്പിരിച്വൽ ഗുരു. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സംരംഭത്തിൻ്റെ പ്രചാരകൻ മാത്രമാണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിദ്യയുടെ പ്രചാരകൻ മാത്രമാണ്. ഒരു സ്പിരിച്വൽ ഗുരു എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്, നമ്മൾ ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കറിയാം, നമ്മുടെ എല്ലാവരെയും ഏറ്റവും കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു വിഷയമാണ്, ഒരു നല്ല ഗുരുവിന് നമുക്ക് എങ്ങനെ കിട്ടും, ഇല്ലേ? ഇപ്പം നമ്മൾ പലരും, എനിക്ക് തന്നെ പരിചയത്തിലുണ്ട്, 10-15 ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട 10-15 വർഷങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ആത്മീയ സംഘടനയുമായി പ്രവർത്തിച്ച് അവിടെയൊക്കെ കയറി ഇറങ്ങിയിട്ട് അവരുടെ ഗുരുവിനെ പോലും ഒരിക്കലും അവർക്ക് നേരിട്ട് കാണാൻ പറ്റാണ്ടുള്ള ആളുകൾ അവസാനം എന്താ പറയണതില്ല, ഈ കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ പെടഞ്ഞ അവസാനം അവിടെയുമില്ല, ഭൗതികവുമില്ല ആത്മീയവുമില്ല എന്നുള്ള രീതിയിൽ പെട്ടിട്ട് ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള നൈരാശ്യത്തിൽ പോകുന്ന ആളുകളുണ്ട്. അപ്പം ശരിയായ ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അപ്പം എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഗുരു ഉണ്ട്. ട്രൂത്ത് എന്ന് പറയുന്നൊരു ഗുരു. ട്രൂത്ത് എന്ന് പറയുന്നൊരു ക്വാളിറ്റി, സത്യം എന്ന് പറയുന്നൊരു ക്വാളിറ്റി, ഈ സത്യം എന്ന് പറയുന്നൊരു ക്വാളിറ്റി നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഡീപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യും, എത്രത്തോളം നിങ്ങൾ ഫോളോ ചെയ്യും. ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സ വാച കർമ്മണ, നിങ്ങൾ എത്രത്തോളം ഫോളോ ചെയ്യും, നിങ്ങൾ എത്രത്തോളം എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലുള്ള ഈശ്വരീയമായിട്ടുള്ള ഗുണങ്ങളെ പ്രാക്ടീസ് ചെയ്യും. അതായത് സത്യം,
അഹിംസ, ഈ പറഞ്ഞതുപോലെ നിഷ്പക്ഷത, കരുണ, ദയ, ദാനം, ശൗചം, ദമം, ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഇതിനെയൊക്കെ നിങ്ങൾ പരമാവധി പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, സത്യത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ സത്യാന്വേഷണം നടത്തിയാൽ അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. അത്രയും നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് നിശ്ചയമായും ഗുരുവിനെ കിട്ടും. ഇപ്പൊ സപ്പോസ് നമ്മളെ ചിലപ്പോൾ ചില പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ കാണും. നമുക്ക് ചിലപ്പോൾ ചില തെറ്റായ മാർഗത്തിലൂടെയൊക്കെ പോകേണ്ടി വരും. എന്നിട്ട് അവിടെ നമ്മൾ കട്ട് ഓഫ് ആയിട്ട് വീണ്ടും റൈറ്റ് പാത്തിലൊക്കെ വരും. അതൊക്കെ സംഭവിക്കും. പക്ഷെ നിങ്ങൾ ഈ സത്യം എന്ന് പറയുന്നൊരു ഗുണം നിങ്ങൾ മുറുകെ പിടിച്ചുള്ള ഏറ്റവും വലിയ മെച്ചം എന്നറിയാമോ? നമ്മുടെ അടുത്ത് വരുന്ന ഒരു വ്യക്തിയിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ ഫസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. കാര്യം നമുക്കറിയാം, നമ്മളിപ്പോൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യണതോ നെഗറ്റീവ് പറയണതോ അല്ല. നമുക്കറിയാം ഇന്നിപ്പോൾ എല്ലാം ഫേക്കാണ് അല്ലേ? മനുഷ്യൻ സർവത്ര ഫേക്കാണ്. അപ്പം നമുക്ക് നമ്മുടെ ലൈഫ് ഒരു ഡിസാസ്റ്റർ ആവണത് എപ്പോഴും എന്താണ്? നമുക്ക് ലൈഫിലെ റോങ് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോഴാണ്, അവരുമായിട്ട് ലൈഫ് ചേർത്ത് വെക്കേണ്ടി വരുമ്പോഴൊക്കെയാണ്. നമ്മൾ വളരെ വൈകിയായിട്ടായിരിക്കും എപ്പോഴും നമ്മൾ ദിസ് പേഴ്സൺ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു എന്താ പറയണത്, അതൊക്കെ ഒരു ഫേക്കായിരുന്നു എന്നറിയണത്. അപ്പം ഈ ഫേക്കായതിനെ നമുക്ക് എന്തുകൊണ്ട് നേരത്തെ അറിയാൻ പറ്റില്ല? നമ്മളിൽ ആദ്യം, ഞാൻ എപ്പോഴും പറയും, നമ്മൾ എന്താണോ അതുപോലുള്ള സാധനങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരുക. നിങ്ങൾ സത്യത്തിനെ പരമാവധി പ്രാക്ടീസ് ചെയ്താൽ സത്യമുള്ള ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ അടുത്തേക്ക് മോശം ആളുകൾ വന്നാലും അല്ലെങ്കിൽ സത്യമില്ലാത്തവർ വന്നാലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നിങ്ങളെപ്പോഴും ഈ പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു ഊർജം വന്നാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ഇരുളും വെളിച്ചവും ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ്. അപ്പം നിങ്ങൾ സത്യം എന്ന് പറയുന്നൊരു ക്വാളിറ്റി, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരുന്ന കള്ളന്മാരാരായാലും, അത് ഗുരുവായാലും സുഹൃത്തായാലും ബന്ധുവായാലും കൊളീഗായാലും പാർട്ട്ണറായാലും ആരായാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ഇതാണ് ഞാനത് ചുരുക്കി പറയേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ശരിയായ ഒരു ഗുരുവിനെ കിട്ടാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ നിങ്ങളെ ഗുരുവിൻ്റെ ചില ക്വാളിറ്റീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടത് തിരിച്ചറിഞ്ഞ് നിങ്ങളെ നയിക്കാൻ പറ്റുന്ന, നിങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന, കൂടെ നിന്ന് നിങ്ങൾക്ക് അസിസ്റ്റൻസ് തന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളിനെ മാത്രം നിങ്ങൾ ഗുരുവായിട്ട് സ്വീകരിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരാളിനെയാണ് നിങ്ങൾ ഗുരുവായിട്ട് സ്വീകരിക്കേണ്ടത്. അല്ലാതെ അവരിലുള്ളത് പബ്ലിക്കിനായിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളുകളെ, പ്രചരിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ ഗുരുവാക്കി എടുക്കരുത്. പിന്നെ ഗുരുവിനെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈശ്വര പ്രാർത്ഥന, എപ്പോഴും ഗുരുവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ഗുരുവിന് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലായി തന്നെ സത്യം എന്ന് പറയുന്ന ക്വാളിറ്റിയെ ഗുരുവായിട്ട് സ്വീകരിച്ച് നമ്മൾ ജീവിതം കൊണ്ടുപോവുക. ഇതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ട്രാപ്പിൽ പെടാതെ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ പറ്റുന്നതിന് കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ.